ചില കാര്യങ്ങൾ നമ്മുടെ ഉപബോധ മനസ്സിൽ അങ്ങനെ കിടക്കുന്നുണ്ടാവും. പ്രത്യേകിച്ച് മൂന്നാം സെമസ്റ്റർ പരീക്ഷയുടെ കാര്യം. 3 തവണയിലധികം മൂന്നാം സെമസ്റ്റർ പരീക്ഷകൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നടക്കുന്ന അല്ലെങ്കിൽ നടന്നു കഴിഞ്ഞ പരീക്ഷകൾ, പ്രത്യേകിച്ച് ഓഡ് സെമസ്റ്റർ പരീക്ഷകളിൽ പലതും 2-ലധികം തവണ മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു മിനിമം. ഇതിനിടയിലാണ് ഡിസംബർ മാസം 6 മുതൽ മൂന്നാം സെമസ്റ്റർ പരീക്ഷകൾ ആരംഭിക്കാൻ പോകുന്നത്. ഓരോ സെമസ്റ്റർ പരീക്ഷകൾ ആരംഭിക്കുന്നതിന് മുമ്പ്, തൊട്ട് മുമ്പായിട്ട് വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടാകുന്നൊരു സംശയമാണ് ഇനിയും ഈ പരീക്ഷ മാറ്റിവെക്കുമോ എന്ന്. കാരണം ഇത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ്, എന്തു വേണമെങ്കിലും സംഭവിക്കാം. വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് ഡിസംബർ മാസം ക്രിസ്മസ് വെക്കേഷന് മുമ്പ് എല്ലാ ഓഡ് സെമസ്റ്റർ പരീക്ഷകളും അവസാനിപ്പിക്കണമെന്നാണ് ആഗ്രഹം. ഇതിനിടയിൽ ഉണ്ടാകുന്ന ചില ഇൻറ്റേർണൽ ക്ലാഷസും ചില മാറ്റാൻ പറ്റാത്ത ചില കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് പരീക്ഷകൾ 2-ലധികം തവണ മാറ്റിവെച്ചത്. ഇനിയുള്ള പരീക്ഷകൾ മാറ്റിവെക്കില്ല എന്ന രീതിയിൽ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന അറിവ്. അതായത് ഡിസംബർ മാസം 6 മുതൽ തുടങ്ങുന്ന മൂന്നാം സെമസ്റ്റർ പരീക്ഷകൾക്ക് മാറ്റമുണ്ടാവില്ല. ആകെ മാറ്റിയിരിക്കുന്നത് ഡിസംബർ മാസം 7-ാം തീയതി നടക്കാൻ പോകുന്ന പരീക്ഷ മാത്രമാണ്. PSC എക്സാം ഉള്ളത് കൊണ്ടാണ് ആ പരീക്ഷ മാറ്റിവെച്ചിരിക്കുന്നത്. അത് മാറ്റിവെച്ചിരിക്കുന്നത് ഡിസംബർ മാസം 19-ാം തീയതിയിലേക്കാണ്. അല്ലാതെ ഒരു പരീക്ഷകളും മാറ്റിവെച്ചിട്ടില്ല. വീണ്ടും ആവർത്തിക്കുന്നു, ഡിസംബർ 6 മുതലുള്ള പരീക്ഷകൾക്ക് മാറ്റമില്ല, ഇനി മാറ്റാനും പോകുന്നില്ല. അതുകൊണ്ട് ഉള്ള സമയം നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോവുക. നിങ്ങളുടെ സീനിയേഴ്സിനോട് ചോദിച്ചു പോകുന്നത് നല്ലതാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന് വലിയ രീതിയിൽ ചലനമുണ്ടാക്കാൻ സാധിക്കുന്നില്ലെങ്കിലും ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്യാനും ആ ഐഡിയയുമായി മുന്നോട്ട് പോകാനും സാധിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അഥവാ PYQs. അത് നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് നോക്കുക. പഠിച്ച കാര്യങ്ങൾ ഒരു ആവർത്തി എഴുതി നോക്കുക. എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ നോക്കുക. പഠിക്കാതെ പരീക്ഷയുടെ തലേദിവസം എന്തെങ്കിലും നോക്കി അതിനുശേഷം തുണ്ട് വെച്ച് പഠിച്ച് മുന്നോട്ട് പോകാം, ജയിച്ച് മുന്നോട്ട് പോകാം എന്ന് വിചാരിക്കാതെ കുറച്ച് ഇനീഷ്യേറ്റീവ് എടുത്ത് നിങ്ങളുടേതായ ഭാഗത്തു നിന്നുള്ള സംഭാവനകളുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ജയിക്കാവുന്ന ഒരു പരീക്ഷ തന്നെയാണ് മൂന്നാം സെമസ്റ്റർ പരീക്ഷയുടേത്. കൂടുതൽ അപ്ഡേറ്റിനായി കാത്തിരിക്കാം. ഇതുമായി റിലേറ്റ് ചെയ്യുന്ന പുതിയ അപ്ഡേറ്റുകൾ കിട്ടുന്നവർക്ക് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.